ചാർജിങ് സ്റ്റോപ്സ് അറ്റ് 80% അല്ലെങ്കിൽ 85%. ഈ ഒരു ഫീച്ചർ നിങ്ങൾ ഇപ്പോൾ പല ഫോണിലും ഇപ്പോൾ കണ്ടുവരുന്നതാണ്. ആക്ച്വലി ഇത് നിങ്ങളുടെ ബാറ്ററിയുടെ വെയർ ആൻഡ് ടയർ കുറയ്ക്കാൻ സഹായിക്കുമോ? ആക്ച്വലി സഹായിക്കും, പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ നിങ്ങളുടെ ഫോൺ ഒരു ദിവസം ഒരു 85% അല്ലെങ്കിൽ 80% ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് ആ ഒരു ദിവസം ഫുള്ള് നിങ്ങൾ ആ ഒരു ചാർജിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്, നൈറ്റ് വരെ മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ അടുത്ത ദിവസമാണ് ചാർജ് ചെയ്യുമെങ്കിൽ അതിൽ യൂസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഹെവി യൂസറാന്ന് വെച്ചു, നിങ്ങൾ ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ആ ബാറ്ററി ഫുള്ള് റണ്ണായി തീരും. ഒരു 20 അല്ലെങ്കിൽ 15% നിങ്ങൾ പിന്നെയും ചാർജ് ചെയ്യും. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് സൈക്കിൾ കൂടുകയാണ്. ചാർജിങ് സൈക്കിൾ കൂടുന്നതനുസരിച്ചാണ് ബാറ്ററിയുടെ വെയർ ആൻഡ് ടയർ കൂടുന്നത്. സോ നിങ്ങളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഈ ടെക്നിക്ക് വർക്ക് ആവത്തില്ല. എനിക്ക് വർക്കായ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 90% ഒക്കെ ആകുമ്പോൾ ഫോൺ ചാർജ് ചെയ്യുന്ന മാറ്റിയിട്ട് ഒരു 20% ഒക്കെ ആകുമ്പോൾ പിന്നെയും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ഒരു 5000 mAh ബാറ്ററി ഒക്കെ ആണെങ്കിൽ എന്തായാലും ഒരു ദിവസം നിങ്ങൾക്ക് ആ ഒരു ചാർജ് കൊണ്ട് നിൽക്കാൻ പറ്റും. ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ചാർജിങ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ വെയർ ആൻഡ് ടയർ പരമാവധി